അപ്പോൾ നമ്മളെ കൊഞ്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കൊഞ്ച് ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. നമുക്ക് പോയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. സവോള, കൊച്ചുള്ളി, തക്കാളി, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ആവശ്യത്തിന് ബിരിയാണിക്കും റോസ്റ്റിനും കൊഞ്ച് റോസ്റ്റിനും വേണ്ടിയിട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പോയി കഴുകിയിട്ട തുണിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വാപ്പ പാല് മേടിക്കാൻ പോകാനായിട്ടിരുന്നപ്പോൾ മോളെയും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചെരുപ്പൊക്കെ ഇട്ട് തലയിൽ വാപ്പയുടെ കർച്ചീഫ് ഇട്ട് കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് അവർ പാല് മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ കിച്ചണിലോട്ട് ചെന്നപ്പോഴത്തേനും ഉമ്മ നമ്മുടെ വീട്ടിൽ പിടിച്ച മത്തങ്ങയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ട് നമുക്ക് പായസം വെക്കാമെന്ന്. അങ്ങനെ പായസവും ബിരിയാണിയൊക്കെ റോസ്റ്റും എല്ലാം ഓരോ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും ടേബിൾ അലമ്പായി കിടന്നപ്പോൾ ടേബിൾ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ നമ്മളിട്ട് വെച്ച ബിരിയാണി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ദമ്മിടാനായിട്ട് വലിയ ഇവിടെ ഉമ്മ വാങ്ങുന്നതെല്ലാം വലിയ ഉണ്ടാവ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ച് ചോറിന് വേണ്ടി ദമ്മിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇഡ്ഡലി പാത്രമാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ അത്യാവശ്യം നല്ല അടിപൊളി, അപ്പോൾ പായസമായിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് റൈസ് വേവുന്ന ഇഷ്ടമല്ല, അപ്പോൾ കറക്റ്റ് വരുമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി